നമസ്കാരം. തിയേറ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു കള്ളൻ ഫഹദ് ഫാസിൽ അവതരിപ്പിക്കുന്ന ദയാൽ ജയിൽ മോചിതനായി തുറന്ന ലോകത്തേക്ക് പ്രവേശിക്കുന്നു. ജയിൽ കടന്ന് ഒരു പുഴയരികിലൂടെ ദയാൽ സ്വാതന്ത്ര്യത്തിലേക്ക് നടന്നു നീങ്ങുകയാണ്. മുഖത്ത് പാമ്പിൻ്റെ കൗശലം, പ്രാവിൻ്റെ നിഷ്കളങ്കത. പുഴയിൽ കുളിക്കുന്നവൻ്റെ വസ്ത്രത്തിനൊപ്പം ഇരുന്ന മൊബൈൽ ആരും അറിയാതെ ദയാൽ കൊത്തിയെടുത്ത് ഒരു തിയേറ്ററിനുള്ളിലേക്ക് ദയാൽ കയറുകയാണ്. ജാക്കി ചാൻ്റെ സിനിമ കാണുന്നതിനിടയിൽ എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ ദയാൽ തിയേറ്ററിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നു. തിയേറ്ററിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു യമഹ ബൈക്കുമായി ദയാൽ യാത്ര ആരംഭിക്കുകയാണ്. മാരീസൻ എന്ന തമിഴ് സിനിമ ഒരു റോഡ് മൂവിയാണ്. മലയാളിയായ സുധീഷ് ശങ്കർ സംവിധാനം ചെയ്ത ഒരു ക്രൈം ത്രില്ലർ റോഡ് മൂവി. മോഷ്ടിച്ച ബൈക്കിൽ യാത്ര നീങ്ങുമ്പോൾ ദയാലിൻ്റെ ഭാഷയിൽ ഒരു വീട് ദയാലിനെ ക്ഷണിക്കുന്നു. ഏതെങ്കിലും ഒരു വീട് തന്നെ ക്ഷണിച്ചാൽ മാത്രമേ ദയാൽ ആ വീട്ടിൽ കയറി മോഷണം നടത്തൂ. ദയാൽ ബൈക്ക് നിർത്തി, ഗേറ്റ് തുറന്നു, അതിസാഹസ്യമായി വാതിൽ തുറന്ന് വീട്ടിനുള്ളിൽ കയറി. ഫ്രിഡ്ജിനുള്ളിൽ നിന്നും വെള്ളമെടുത്ത് കുടിച്ച് സുഖിച്ചു വരുമ്പോഴാണ് ചങ്ങല കിലുങ്ങുന്നത് കേട്ടത്. നോക്കുമ്പം ഒരു പാതി വൃദ്ധൻ വേലായുധൻ. സൂക്ഷിച്ചു നോക്കുമ്പോൾ കാലിലൊരു ചങ്ങല. അയാൾ വിനീതനായി പറയുന്നു, കുമാർ മോനെ, എന്നെ തുറന്നുവിട്, എന്നെ രക്ഷിക്ക്. ഒരു ഡീൽ ഉറപ്പിക്കുകയാണ്. രക്ഷപ്പെടുത്താൻ 25,000 രൂപ. പണമെടുക്കാൻ വേലായുധനുമൊത്ത് ഒരു ATM-ൽ എത്തുന്നു. പുറത്തുനിന്ന് ദയാൽ അകത്തെ ATM സ്ക്രീനിൽ വേലായുധൻ്റെ ബാലൻസ് എമൗണ്ട് കണ്ട് കണ്ണു തള്ളുന്നു. 25 ലക്ഷം രൂപ. വൃദ്ധൻ ഒന്നാന്തരം അൾഷിമേഴ്സ്. ദയാലിൻ്റെ തലയിൽ ലഡു പൊട്ടി. വടിവേലു അവതരിപ്പിച്ച അൾഷിമേഴ്സ് ബാധിച്ച വേലായുധനെയും കൊണ്ട് ദയാലിൻ്റെ യാത്ര ആരംഭിക്കുകയാണ്. നാഗർകോവിലിൽ നിന്ന് തിരുവണ്ണാമലയിലേക്ക്, അവിടെ നിന്നും കോയമ്പത്തൂരേക്ക്. ഒരു ദുഃഖം ദയാലിനുണ്ടായിരുന്നു. ATM-ൻ്റെ പിൻ നമ്പർ വേലായുധൻ മറന്നുപോയിരുന്നു. വടിവേലുമായി ചേർന്നുള്ള ഫഹദ് ഫാസിലിൻ്റെ രണ്ടാമത്തെ ചിത്രമാണിത്. വടിവേലുവിനൊപ്പം മാമന്നൻ എന്ന ചിത്രത്തിൽ ഫഹദ് അവതരിപ്പിച്ച ജാതി പദവിയുള്ള ക്രൂരനായ രാഷ്ട്രീയക്കാരൻ രത്നവേലു നമ്മുടെ മനസ്സിൽ ഇപ്പോഴുമുണ്ട്. സ്ക്രീനിൽ അത്ഭുതം സൃഷ്ടിക്കുന്ന നടനാണ് ഫഹദ് ഫാസിൽ എന്ന ഫാഫ. അണിയുന്ന വേഷത്തിനനുസരിച്ച് അപാരമായ വേഷപ്പകർച്ച സംഭവിക്കുന്ന നടനാണ് ഫഹദ്. അന്നയും റസൂലിലും കാക്കി ഷർട്ടിടുമ്പോൾ ഫാഫ തനി ഓട്ടോ ഡ്രൈവർ. ഓവർകോട്ട് ഇടുമ്പോൾ കാറുകളുടെ തമ്പുരാനായ ഡോക്ടറായി ഡയമണ്ട് നെക്ലേസിൽ. തൊണ്ണി മുതലും ദൃക്സാക്ഷിയും എന്ന ദിലീഷ് പോത്തൻ്റെ സിനിമയിലെ കള്ളൻ്റെ ഒരു തുടർനാട്ടം മാരീസനിൽ കാണാം. ഫഹദിൻ്റെ കണ്ണുകളിൽ വരുന്ന ഭാവമാറ്റം കൊതിയോടെയെ കണ്ടിരിക്കാനാവൂ. മാരീസനിലെ ദയാൽ കാരുണ്യം നിറഞ്ഞ ഒരു കള്ളനാണ്. സ്ഫോടനാത്മകമായ ഊർജം ചെറുചലനങ്ങളിൽ പോലും പ്രകടിപ്പിക്കുന്ന ഫഹദ് തമിഴിലെ ഇരുത്തം വന്ന വടിവേലുവിനൊപ്പം നല്ല ജോഡിപ്പൊരുത്തവും കാട്ടുന്നുണ്ട്. വടിവേലുവിൻ്റെ അതിഗംഭീര പ്രകടനമാണ് മാരീസനിലുള്ളത്. വടിവേലുവിൻ്റെ ഭൂരിപക്ഷം കഥാപാത്രങ്ങളും തമാശ കഥാപാത്രങ്ങളായിരുന്നു. വടിവേലുവിൻ്റെ അഭിനയസിദ്ധിയെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ തമിഴ് സിനിമയ്ക്ക് കഴിയാതെ പോയി. കോവൈ സരളയുടെ പോലീസ് കഥാപാത്രവും സിത്താരയുടെ സ്റ്റുഡൻറ് കൗൺസിലർ മീനുവും മായാതെ നമ്മിൽ നിൽക്കുന്ന കഥാപാത്രങ്ങളാണ്. മലയാളത്തിൽ ഒരു കാലത്ത് ശ്രദ്ധേയ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്ന രേണുകയുടെ അമ്മവേഷം ഫഹദിൻ്റെ അമ്മയായി ചെറുതെങ്കിലും ഗംഭീരമാക്കിയിട്ടുണ്ട്. ഈ ചിത്രത്തിൻ്റെ കഥയും തിരക്കഥയും സംഭാഷണവും ഒരുക്കിയത് വി കൃഷ്ണമൂർത്തിയാണ്. കലൈസെൽവൻ ശിവാജിയാണ് ക്യാമറ. ഒരു റോഡ് മൂവിയുടെ ഫീൽ സൃഷ്ടിക്കാൻ ശിവാജിയുടെ ക്യാമറയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. യുവാൻ ശങ്കർ രാജയാണ് സംഗീതം. തമിഴ് ഗ്രാമങ്ങളുടെ സൗന്ദര്യമാകെ ചിത്രത്തിൻ്റെ ആദ്യ പകുതിയിലുണ്ട്. ആദ്യ പകുതി പൂർണ്ണമായും ദയാലും വേലായുധനും ചേർന്നുള്ള റോഡ് യാത്രയാണ്. തികഞ്ഞ ഏകാഗ്രതയോടെ രണ്ട് കഥാപാത്രങ്ങളിലൂടെ സിനിമയെ കൊണ്ടുപോകാൻ സംവിധായകൻ സുധീഷ് ശങ്കറിന് കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാം ഭാഗത്ത് ഒരു ക്രൈം ത്രില്ലറിലേക്ക് സിനിമ കയറുകയാണ്. മാരീസൻ അഥവാ മാരീജന്റെ കഥ നമുക്കറിയാം. രാമലക്ഷ്മണന്മാരെ സീതയിൽ നിന്ന് അകറ്റാൻ സ്വർണ്ണമാനാകാൻ രാവണൻ മാരീജനോട് ആവശ്യപ്പെടുന്നു. സ്വർണ്ണമാനെ കണ്ട സീത മാനിൽ ആകൃഷ്ടയാകുന്നു. സീത ആവശ്യപ്പെട്ടതനുസരിച്ച് രാമൻ മാനിനെ പിടിക്കാൻ പുറപ്പെടുന്നു. മാനാകട്ടെ പിടികൊടുക്കാതെ ഏറെ ദൂരം പോകുന്നു. ഒടുവിൽ രാമൻ്റെ അമ്പ് കൊണ്ട് സ്വർണ്ണമാൻ വൻമല പോലെ രാക്ഷസരൂപമാകുന്നു. ലക്ഷ്മണ എന്നലറി വിളിച്ച് പ്രാണൻ വെടിയുന്നു. ആർത്തനാദം കേട്ട് പേടിച്ച സീത രാമനെ രക്ഷിക്കാൻ ലക്ഷ്മണനോട് ആവശ്യപ്പെടുന്നു. ലക്ഷ്മണൻ പോയപ്പോൾ രാവണൻ സീതയെ അപഹരിക്കുന്നു. മാരീജനെ വർത്തമാനകാലവുമായി ചേർത്ത് വെച്ച് അവതരിപ്പിക്കുകയാണ് മാരീസനിൽ. ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഏറെ വ്യാഖ്യാനങ്ങൾക്ക് വഴി തുറക്കുകയും ചെയ്യുന്ന സിനിമയാണ്
മാരീസൻ. അപ്രതീക്ഷിതമായ വഴിത്തിരിവുകൾ സമ്മാനിക്കുന്ന ഈ ചിത്രം പ്രേക്ഷകനെ ആകർഷിക്കാൻ പാകത്തിൽ സുന്ദരമായാണ് ചേർത്തടുക്കി വെച്ചിരിക്കുന്നത്. വേലായുധൻ അൾഷിമേഴ്സ് രോഗിയാണ്. അദ്ദേഹത്തിൻ്റെ അൾഷിമേഴ്സ് നീതിരാഹിത്യത്തിൻ്റെ മുക്തിക്കായുള്ള അർച്ചനയാണോ? കരുണ നിറഞ്ഞ കള്ളനായ ദയാലാണോ മാരീചൻ? അതോ വേലായുധനോ? അതോ സമൂഹത്തിൻ്റെ നൈതികതയ്ക്കാണോ അൾഷിമേഴ്സ് ബാധിച്ചിരിക്കുന്നത്? നൈതികതയെ തള്ളിക്കളഞ്ഞ് സുഖലോലുപതയുടെ സംവിധാനമൊരുക്കി കവർച്ചക്കാർക്കായി കാത്തിരിക്കുകയാണോ നമ്മൾ? പെൺകുഞ്ഞുങ്ങൾ ബലിമൃഗങ്ങളായി പിടഞ്ഞു വീഴുമ്പോൾ സമനില തെറ്റുന്നവർക്ക് ആശ്വാസമായി തീരുന്നവർ സ്വയം ഇല്ലാതാവുകയാണോ? മാരീസൻ എന്ന ചിത്രം ഉയർത്തുന്ന ചോദ്യങ്ങൾ അന്തരീക്ഷത്തിലുണ്ട്. ലോകം നന്നാക്കാൻ ഒരേയൊരു വഴി സ്വയം നന്നാവുക എന്ന കുഞ്ഞുണ്ണി മാഷിൻ്റെ കവിത ചൊല്ലി നമ്മൾ കാത്തിരിക്കുകയാണ്. ഇനി ഇങ്ങനെയാണ് ലോകം നന്നാവുന്നതെങ്കിൽ അത് എന്ന് സംഭവിക്കും? ജീവിതം ഒരു റോഡ് യാത്രയാണ്. ഇതിനിടയിൽ കൊതിപ്പിക്കുന്ന ഇടങ്ങളുണ്ട്, അവസരങ്ങളുണ്ട്, സാധ്യതകളുണ്ട്, പെൺകുളന്തകളുടെ നിലവിളികളുമുണ്ട്. നിലവിളി കേട്ട് തിരിഞ്ഞു നോക്കിയ മീനുവിൻ്റെ ഓർമ്മ അടർന്നുപോയി. കംഫർട്ട് സോണിലൂടെ യാത്ര ചെയ്യാനാണ് വീടും നാടും ഉപദേശിക്കുന്നത്. പക്ഷേ ചിലരെങ്കിലും ചതുരപ്പെട്ടിക്ക് പുറത്തു ചാടും, ഘാതകരുടെ തല അറുക്കും. പക്ഷെ വിലങ്ങു വീഴും. ശിക്ഷാവിധി കേട്ട് ഇവർ പുറത്തിറങ്ങുമ്പോൾ കൈകൾ കൂപ്പി കുറേ പേർ കാത്തു നിൽക്കുന്നുണ്ടാവും. മധുമിതയുടെ അമ്മ, ധന്യയുടെ അമ്മ, അങ്ങനെ കുറേ അമ്മമാർ. കെട്ട കാലത്ത് സുധീഷ് ശങ്കറിൻ്റെ മാരിസൺ ഉള്ളിൽ ഒരു തണുപ്പ് നിറയ്ക്കുന്നുണ്ട്. നമുക്കായി എവിടെയോ ഒരു വീട് ഒരുക്കപ്പെട്ട് നമ്മളെ കാത്തിരിക്കുന്നു. അവിടെ ഓർമ്മകളൊക്കെ നഷ്ടപ്പെട്ട ഒരു വേലായുധൻ, കയ്യിൽ ഒരു ATM കാർഡ്, ബാങ്കിൽ 25 ലക്ഷം രൂപ. ATMൻ്റെ പിൻ അന്വേഷിച്ച് തല പുകയ്ക്കേണ്ട. ATMൻ്റെ പിൻ 1704.